എടി അനു, പൗഡർ ഉണ്ടോ? പൗഡർ? യെസ്, പൗഡർ ഉണ്ട്. ഏത് പൗഡർ വേണം? കോമ്പാക്ട് പൗഡർ വേണോ ടാക്കൻ പൗഡർ വേണോ? എടി ഫോട്ടോ എടുക്കുന്നുണ്ട്, ക്ലാസ് ഫോട്ടോ. അപ്പം മുഖം ഒന്ന് സൂപ്പറായിട്ടിരിക്കാൻ എന്താണോ നല്ലത് അത് തന്നാൽ മതി. അപ്പം നീ കോമ്പാക്ട് പൗഡർ എടുത്തോളൂ. പിന്നെ ആ പൊതിഞ്ഞ് വന്നേക്കുന്ന പേപ്പർ കളയരുത് കേട്ടോ. എനിക്ക് ഡെയിലി പേപ്പർ കൊണ്ടുവരാൻ പറ്റില്ല. പെട്ടെന്ന് ഇട്ടിട്ട് തരണേ, എനിക്ക് അടുത്ത ക്ലാസ്സിൽ ലിപ് ബാം കൊടുക്കാനുണ്ട്. സോണിയ, നീ ഇന്നലെ ഉപയോഗിച്ച മസ്കാര എനിക്ക് തന്നിട്ടില്ല കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. നീ ആ സൂരജിനെ ശ്രദ്ധിച്ചായിരുന്നു 2 ദിവസമായിട്ട്? സൂരജാ? ഏത് സൂരജ്? ഇടി ICSയിലുള്ള സൂരജില്ലേ, ആ നീളമുള്ള സൂരജ്. ഇതൊക്കെ ആരടി? എനിക്കറിയത്തില്ല. സൂരജ് ICSയിലെ സൂരജിനെ ഒന്നും എനിക്കറിയില്ല. ICSയിൽ ഒരു സൂരജ് ഉണ്ട്. സൂരജ് 2 ദിവസമായിട്ട് എന്നെ കാണുമ്പോൾ ഭയങ്കര ചിരിയും എന്നെ തന്നെ നോക്കുന്ന പോലെ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത എപ്പോഴെങ്കിലും അവൻ എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന്. ഞാൻ വെയിറ്റിംഗാ. എനിക്കറിയാം ഇതത് തന്നെ. അത് തന്നെ. ഇതങ്ങനെ ഒരെണ്ണം. ഇടി ഇന്നലെ നമ്മൾ കണ്ടത് ചെക്കൻ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ? ഓ, ആ ബസ്സിൽ നമ്മുടെ മറ്റേ ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് മുഖത്ത് മറിയായിട്ട് നല്ല ചെക്കൻ അല്ലേ? പേര് രാഹുൽ, പഠിക്കുന്നത് ഇൻഫന്റ് ജീസസില്, വീട് പല്ലാരിമംഗലം, ഒരച്ഛൻ ഒരമ്മ ഒരനിയത്തി. വലുതാകുമ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പർസ്യൂ ചെയ്യാൻ ആഗ്രഹം, പക്ഷെ ഫുൾ ടൈം ഓൺലൈനിലാണ്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ആളെന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേ, ഞങ്ങൾ തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സ് അല്ലേ. നിനക്ക് നിന്റെ ഈ പാഷൻ ഒരു പ്രൊഫഷൻ ആക്കിക്കൂടെ? ഞാൻ ആലോചിക്കുന്നുണ്ട്, വൈകാതെ ഞാൻ അതിലേക്ക് ഇറങ്ങും. പ്ലീസ് ഡി, എന്നെ ഇവിടെ ഒന്നിരുന്നു. ശല്യം. നീ ഇവിടെ ഇരുന്നാലും നിന്നെ എന്തായാലും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ എന്തിനാ ഇവിടെ വന്ന് ഞങ്ങളെയും കൂടെ കഷ്ടപ്പെടുത്തുന്നേ? പോയി ഇരുന്നൂടെ? മോർണിംഗ് മാം. ആ ഗീതയൊക്കെ എന്താ ലാസ്റ്റ് ബെഞ്ചിൽ പോയി ഇരിക്കുന്നേ? അവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങാനായിരിക്കും അല്ലേ? ഇനി പോന്നേ, ഫ്രണ്ടിലോട്ട് വന്നേ. തന്നോട് ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? പെട്ടെന്ന് എണീറ്റ് വാ. ഓ, ആ യൂണിഫോമിന്റെ ഒക്കെ ചന്തം നോക്ക്. തനിക്ക് എവിടുന്ന് കിട്ടിയടോ ഈ ചെറിയ യൂണിഫോം? വേറെ ആരേലും അങ്ങനത്തെ യൂണിഫോം ഇട്ടിട്ടുണ്ടോ നോക്ക്. സ്കൂളിനെ പറയിപ്പിക്കാനായിട്ട് ഓരോ ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കോളൂ, ഒന്നും പറയണ്ട. എത്ര തവണ പറയണേ ഇതിനോടൊക്കെ? പറഞ്ഞ എന്തേലും ഉളുപ്പുണ്ടോ? പുതിയ യൂണിഫോം അടുപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് മാം. ഉവ്, +1 തൊട്ട് കേൾക്കുന്നു, +2 തീരാറായി, ഇതുവരെ യൂണിഫോം അടിച്ച് കിട്ടിയിട്ടില്ല. ആദ്യമേ വന്നിരുന്നാ മതിയായിരുന്നു. ഇതിപ്പോ പ്രസംഗത്തോടെ പ്രൊമോട്ട് ചെയ്തു. സമാധാനം. എന്നെ ആ 12 പിള്ളേര് കളിയാക്കിയിടി. ആ ബോയ്സ്. പിന്നെ എന്തോ കളിയാക്കാനാ? ഞാൻ നടന്നു വന്നപ്പോ എല്ലാരും കൂടെ നിന്ന് ഉറക്കച്ചിരിക്കുന്നു. എന്നെ കളിയാക്കിയത് തന്നെ. എവിടെ അച്ഛൻ? എവിടെ? എനിക്ക് പ്രതികാരം ചെയ്യണം. എന്താ ഇവിടെ പ്രശ്നം? ആരെ നിന്നെ കളിയാക്കി? ഇന്ന് അമ്മ ശരിയാക്കിയിട്ടുള്ളൂ. നീ കാണിച്ചു ആരാന്ന്?